ഹലോ, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചില്ലി ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചില്ലി ചിക്കന് വേണ്ടി ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസിനൊക്കെ ചൈനീസ് ഡിഷായതുകൊണ്ട് വെളിച്ചെണ്ണ അതിന് ചേരില്ല. അപ്പോൾ വേറെ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക. ആദ്യം ചിക്കൻ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇത് കുക്കായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ഇത് മൂന്നും ചിക്കനിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞതാണ്. സവാള അരിഞ്ഞത്. ഞാനിതെല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ടും കട്ട് ചെയ്തെടുക്കാം. ചുമന്ന മുളകും പച്ചമുളകുമാണ്. ക്യാപ്സിക്കം അരിഞ്ഞത്, ഓണിയൻ ലീഫ്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഈ സോസിലൊക്കെ നല്ല ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത ചിക്കൻ്റെയും സോസിൻ്റെയും വെജിറ്റബിൾസൊക്കെ ഫ്ലേവർ ഗ്രേവിയിലേക്ക് ഇറങ്ങും. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരും. ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഗ്രേവി ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരണം. ഗ്രേവി ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി ഇത്.
കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഫുഡ് കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, നാച്ചുറലായിട്ടുള്ള കളറാണ്. സാധാരണ ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഓയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. ഇതിൽ ഞാൻ അധികം ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒണിയൻ ലീഫ് ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റിയായ ചില്ലി ചിക്കനാണിത്. തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണിത്. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.